കഞ്ഞി മേടിച്ചു. ഈ കഞ്ഞിയും ഈ പയറും ഈ ചമ്മന്തി, മുളക് ചമ്മന്തി. നല്ല സൂപ്പർ. നല്ല എരിവുള്ള കാന്താരി ചമ്മന്തി. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് 25 രൂപയുള്ളൂ കേട്ടോ. നോർമലി ഫുഡ് എന്നൊക്കെ നമ്മൾ സാധാരണ കൊടുക്കുന്ന പരസ്യം വരുന്നത് ഇവിടെ അമ്മ വൈഫ് ഭാര്യയൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ മാത്രമേ ഉള്ളൂ. വയറ് കേടാവില്ല, അത്രേ ഉള്ളൂ. സുഭിന്നമായ നല്ല മായം ചേർക്കാത്ത നല്ല ഭക്ഷണങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ തന്നെ വരും. പിന്നെ നമ്മൾ പുറത്ത് എങ്ങോട്ടെങ്കിലും ഓട്ടം പോവുകയാണെങ്കിലും നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫുഡ് ഇവിടെ മാറ്റി വെച്ചിരിക്കും. അതാണ് അതിൻ്റെ സ്ഥിരമായിട്ട് ഇവിടെ ഞങ്ങളെല്ലാവരും കണ്ടില്ല. ഞങ്ങൾ ഇവിടുത്തെ കൂടുതലായിട്ട് നമ്മൾ പ്രത്യേകം പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക, അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉള്ള ഒരു എൻ്റർടൈൻമെൻറ്റ്, ചിരി കളി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു കുടുംബം പോലെ കഴിയുന്ന ആൾക്കാരാണ്. പക്ഷേ എല്ലാവരും ഇവിടെ തിരഞ്ഞെടുത്തതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചെറിയ പോക്കറ്റ് മണി മതി, പക്ഷെ വയറും നിറച്ചതാ. ഇതിപ്പോ പുട്ടും ഇതിന്റെ കറി ഞങ്ങൾക്ക് സുരേട്ടൻ ഫ്രീ തരുന്ന സ്ഥലത്തൊന്നും ഫ്രീ കിട്ടില്ല. കാരണം മുളകിന് ഇങ്ങനെ കാരണം അത്രയും വിലയുള്ള. എന്നാലും സുരേട്ടൻ അത് നമ്മളൊരു കണക്കാക്കി ഞങ്ങൾ തരുന്ന. ഇതിനിപ്പോ 10 രൂപ സുരേട്ടൻ വാങ്ങുന്നത്. ഇത് പുറമിപ്പം ഇതിന്റെയൊക്കെ വില കൂടിയെ കൊണ്ട് 12-15 രൂപ വാങ്ങുന്നത്. പക്ഷെ സുരേട്ടൻ ഇപ്പോഴും ആ 10 രൂപ വാങ്ങുന്നത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കോഴിക്കോട് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഈ സ്ഥലത്തിന് പറയാം അത്തോളി എന്നാണ് കേട്ടോ. അപ്പോൾ വലിയ കടയൊന്നുമില്ല, ഒരു ചെറിയൊരു കട സുരേട്ടനും സുജേച്ചിയും കൂടി നടത്തുന്നതാണ്. വിഭവ സമൃദ്ധമൊന്നും അല്ലെങ്കിലും ഇവിടെ ആളുകൾ വന്ന് നല്ല തിരക്കിൽ ക്യൂ നിന്നൊക്കെ കഴിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ കിട്ടണത് എത്രയാണ്? 25 രൂപയ്ക്ക് കഞ്ഞിയും പയറും ചമ്മന്തിയും കൂടെ കിട്ടും. പിന്നെ നല്ല തലക്കറി, കപ്പ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത്. പൊരിച്ചത് 3-4 കഷ്മീനാണ് കൂടുതൽ. പിന്നെ ചിലപ്പോൾ തലക്കറി ഇങ്ങനെ കഞ്ഞി എല്ലാ ദിവസവും കഞ്ഞിയും പയറും ചട്നിയും. രാവിലെ 9:30 9:00 തുടങ്ങും. 9:00 തുടങ്ങിയൊരു 12-1 മണിയാകുമ്പോൾ കഴിയും. അല്ല, പിന്നെ ഉച്ചയ്ക്ക് ശേഷം കടികളും വേറെ ചായ കടികളും. ഇല്ല, വെള്ളിയും ഞായറും ഉണ്ടാവില്ല. വെള്ളിയാഴ്ച ഉണ്ടാവില്ല, ഞായറാഴ്ച ഉണ്ടാവില്ല. എല്ലാം വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നു. വൈഫും അതെ അതെ. ഇവിടെ തുടങ്ങി 19 കൊല്ലമായി. ഇല്ല, ഇത് തന്നെയായിരുന്നു. മീൻ എത്ര തന്നെയുള്ളൂ? ഒരു മീനും കൂടി. ഞാൻ കഞ്ഞി കുടിച്ചോട്ടെ. മീൻ വറുത്തതുണ്ട്, തലക്കറിയുണ്ട്, കപ്പയുണ്ട്, ഇതൊക്കെ വേറെ ഉണ്ട്. പക്ഷെ എന്തൊട്ടുണ്ടെന്ന് കോഴിയുടെ പാർട്സ് ഇന്നിപ്പോൾ ഇല്ല തോന്നുന്നു. ഇന്ന് ഇതേ ഉള്ളൂ. അതും നോക്ക്, പ്ലാവില പൊടിയരി കഞ്ഞിയാ. ഇങ്ങനെ കുടിച്ചു നോക്കിയിട്ടുണ്ടോ? എരിവാണ്, എന്നാലും നമുക്ക് ഒരു ഇച്ചിരി ഇടാം. അടിപൊളി കഞ്ഞി, ഇടിപെട്ടി ചമ്മന്തി. ഇതല്ലേ രസമുണ്ട്. പയറൊന്നും വേണമെന്നില്ല, ഈ ചമ്മന്തി മാത്രം മതി. ഈ മീനിൻ്റെ പേര് പപ്പൻസ് എന്നാണ് കേട്ടോ ഇവിടെ പറഞ്ഞത്. എനിക്ക് അറിഞ്ഞൂടാ ഇതിന് വേറെ പേരെന്താന്നുള്ളത്. എന്തായാലും ഇവിടെ അങ്ങനെയാണ് പറയുന്നത്. മീൻ വറുത്തതും ഉണ്ട്, തലക്കറിയും ഉണ്ട്. ഇവിടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ചേർത്ത് അരച്ച് മസാല വരത്തിയിരിക്കണതാ. നല്ല ഭക്ഷണമല്ലേ? അതല്ലേ നിങ്ങളിവിടെ അന്വേഷിച്ച് വരുന്ന സ്ഥിരം വരുന്നത്. പിന്നെ ചെറിയ പൈസ. അതിപ്പോ മൂപ്പർക്ക് ആശുപത്രി കേസൊക്കെ ഉള്ളതുകൊണ്ടല്ലേ. അപ്പം അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഞാൻ വയറ് നിറച്ച് പോവാ മാത്രല്ല, വയറ് കേടാവണമൊന്നും ഇതിനകത്തില്ല. അതന്നെ 25 രൂപയല്ലേ ഉള്ളൂ. ഇവിടെ നിന്നാ കഴിക്കല് അല്ലേ? ഞാനിവിടെ സുരേട്ടൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ദൂരെ നിന്ന് വരുന്നവർക്ക് ഒന്ന് വിളിച്ച് നോക്കിക്കോണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ മൂപ്പർക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് തിരുവനന്തപുരമൊക്കെ പോവും കുശിനെ കാണിക്കാൻ വേണ്ടി. അപ്പോൾ ആ സമയത്ത് കുറച്ച് ദിവസം കട തുറക്കാൻ പറ്റൂലല്ലോ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതൊന്ന് ഓർമ്മിച്ച് വെച്ചോ. അപ്പോൾ ലൊക്കേഷൻ ഉണ്ടല്ലോ, ഇത് അത്തോളി ആണ്. അപ്പോൾ
അപ്പോൾ അത്തോളിയിൽ നിന്ന് അവിടെ ഒരു ഹൈസ്കൂളുണ്ട്. ഹൈസ്കൂൾ കഴിഞ്ഞ് കുറ്റ്യാടിയൊക്കെ പോണ വഴിയിൽ ഉള്ളേരിയാണ് അടുത്ത സ്ഥലം. അവിടേക്ക് പോണ വഴിയിൽ ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ്, ഇവിടെ പേരൊന്നും കാണില്ല, ചെറിയൊരു പട്ടിക്കടയാണ്. അപ്പോൾ അവിടെ മൂപ്പരുണ്ടാവും. ഭയങ്കര ഫാസ്റ്റായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. കാരണം ഇവിടെ ആളുകൾ പറഞ്ഞില്ലേ, ചിലപ്പോൾ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കട തുറക്കാനാവില്ല, 4-5 ദിവസം ചിലപ്പോൾ തുറക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പോലും ആളുകൾ കാത്തു നിന്ന് എത്ര ദിവസം കഴിഞ്ഞ് ഇവിടെ കട തുറന്നാലും കഴിക്കാൻ വേണ്ടി വരാൻ വേണ്ടി ആളുണ്ട്. അതാണ് ഇപ്പോൾ ചിലയിടത്തൊക്കെ നോക്കിയാൽ കട കുറച്ച് ദിവസം തുറന്നില്ല, പിന്നെ ആളുകൾ വരില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എത്ര ദിവസം ഇനി സുരേഷ് കട അടച്ചിട്ടുണ്ടെങ്കിലും എന്നാണോ മൂപ്പര് തുറക്കണം അന്ന് ഇവിടെ വന്ന് കഴിക്കാൻ വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുന്ന ഒരു കട. അപ്പോൾ ആലോചിച്ച് നോക്കി എന്തായിരിക്കും അതിൻ്റെ കാര്യം. എല്ലാത്തിനും അത്ര രുചിയാണ്. ഇവിടെ വരുന്ന എല്ലാവർക്കും അത് പറയാനുണ്ട്. സാധാരണ നമ്മൾ പോകുന്ന സ്ഥലങ്ങളെക്കാളും കൂടുതൽ നമ്മളൊന്നും ചോദിച്ചിട്ടില്ല, അവരിങ്ങോട്ട് പറയുകയാണ് ഇവിടെ ഇത്ര രുചിയാണ്, ഇത്ര പൈസ കുറവാണ്, ഞങ്ങൾക്കിത് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവർ പറയുക. അപ്പോൾ അതിനൊരു പ്രത്യേകത ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ. നല്ല സൂപ്പർ കഞ്ഞി കേട്ടോ. എന്നുവെച്ചാലേ നമുക്ക് ഇപ്പോൾ കഞ്ഞി കുടിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ പൊറോട്ടയൊക്കെ വേണമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പൊറോട്ട, ചപ്പാത്തി, പുട്ട്, പൊരിച്ച പത്തിരി, ഇത്ര സാധനം ഇവിടെ അല്ലാതെ ഉണ്ട്. അല്ലാതെ എൻ്റെ മാതിരി ചോറും കഞ്ഞിയൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്കാണെങ്കിൽ രാവിലത്തെ ഇതിലും നല്ലൊരു ഭക്ഷണം വേറെ ഇല്ല. പ്രത്യേകിച്ച് പൊടിയേരി കഞ്ഞിയാണ്. അപ്പോൾ അത് വയറിനും ഒരു കേടില്ല, നമ്മൾക്കും ഒരു സുഖം, വല്ലാണ്ട് ഒരു നിറഞ്ഞു കഴിച്ചു എന്നുള്ളൊരു സാധനം, വയറധികമായി എന്നുള്ള സാധനങ്ങളൊന്നുമില്ല, പെട്ടെന്ന് ദഹിക്കുകയും ചെയ്യും. ഇന്നലെ നമ്മളിവിടെ വന്നിട്ടേ വീഡിയോ എടുക്കുകയാണ്. പറമ്പത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തൊരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ സ്കൂട്ടറിൽ ഇങ്ങനെ വന്നു. അപ്പോൾ അവിടെ നിർത്തിയിട്ട് പറഞ്ഞു നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, എല്ലാ ഇതും കാണും എന്ന് പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു തന്നതാണ്. ഇവിടെ അത്തോളിയിൽ സുരേട്ടൻ്റെ കടയുണ്ട്, നിങ്ങൾ വീഡിയോ എടുക്കുന്ന മാതിരത്തെ കടയാണ് ചേച്ചി, അതുപോലെ നല്ല ഭക്ഷണമാണ്, നിങ്ങളൊന്ന് കഴിച്ചു നോക്കണമെന്ന് മൂപ്പരാണ് പറഞ്ഞു തരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നതും സ്ഥലം എടുക്കുന്നതും ഒക്കെ ഇന്ന് വന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദി. കാരണം കോഴിക്കോട് വന്നിട്ട് കോഴിക്കോട് നമ്മളെ വീഡിയോ കാണുന്ന ആളുകളുണ്ടെന്ന് ഫസ്റ്റ് ദിവസം മുതൽ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം നമ്മളെ വീഡിയോസ് എപ്പോഴും അങ്ങ് തെക്കോട്ടുള്ളതല്ലേ, കൊല്ലത്തുനിന്നും ആലപ്പുഴയിൽ നിന്നും ഒക്കെ അല്ലേ, തിരുവനന്തപുരം നിന്നൊക്കെയാണ്. പക്ഷേ വടക്കോട്ടേക്ക് ഇത്രയും ഏറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് ഇവിടെ വന്നേ പിന്നെയാണ് അറിഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിലുണ്ട്, സുരേട്ടൻ്റെ നമ്പറും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ദൂരെ നിന്നൊക്കെ വരുവാണെങ്കിൽ വന്ന് കഴിച്ചാലും ഒരു നഷ്ടമില്ലാത്ത രുചിയാണ്, അത്രയ്ക്ക് ടേസ്റ്റുള്ള സംഗതിയാണ്. ഇതുപോലെ പ്ലാവിലോണ്ടൊക്കെ കഞ്ഞി കുടിച്ച ഓർമ്മ നിങ്ങൾക്കുണ്ടോ? എനിക്ക് പണ്ട് ചെറുപ്പത്തിലാണ്, അല്ലാണ്ടൊന്നും അങ്ങനെ കുടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഓർമ്മയൊക്കെ ഒന്നും കൂടെ പുതുക്കാം, നല്ല കഞ്ഞി കുടിക്കാം, ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ വിളിച്ച് നോക്കണം, മൂപ്പരുടെ അങ്ങനെ ഒരു പേഴ്സണൽ കാര്യമുള്ളത് കൊണ്ട് ഇടയ്ക്ക് കട തുറക്കാനാവില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുകയാണ്. പുതിയ കാഴ്ചകളുമായിട്ട് ഇനിയും വരാം.